ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ കൈ ഉയർത്തി. പക്ഷേ ടീച്ചർ എന്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ കണ്ണുകൾ എന്റെ തുറന്ന കാൽവിരലുകളിലേക്ക് പതിഞ്ഞു. അവൾ തിരിഞ്ഞുനിന്ന് എന്റെ പിന്നിലുള്ള തിളങ്ങുന്ന ലെതർ ഷൂസിലേക്ക് വിരൽ ചൂണ്ടി. ജേസൺ, നീ ഉത്തരം പറയൂ. ഞാൻ പതുക്കെ കൈ താഴ്ത്തി. ഒരു വാക്കുപോലും പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഉച്ചഭക്ഷണ സമയത്ത് ഫ്രൈഡ് ചിക്കൻ മണം ക്ലാസ് മുറിയിൽ നിറഞ്ഞു. ഞാൻ തല താഴ്ത്തി. ഞാൻ നോക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. പക്ഷേ ഒരാൾ എന്നെ ശ്രദ്ധിച്ചു. എന്താണ് കുഴപ്പം? നിനക്ക് ഒരു കഷണം റൊട്ടി പോലും വാങ്ങാൻ കഴിയുന്നില്ലേ? അവർ ചിരിച്ചു. അവൻ കോഴിത്തോൽ എന്റെ മുന്നിൽ തറയിലെറിഞ്ഞു. എന്റെ മുഷ്ടി മുറുകി. എന്റെ ഹൃദയം കത്തി. പക്ഷേ എന്റെ അമ്മയുടെ ശബ്ദം ഞാൻ ഓർത്തു. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. നീ പരാജയപ്പെടില്ല. അപ്പോൾ ഞാൻ എന്റെ കോപം അടക്കി. പക്ഷേ അവമാനം അവസാനിച്ചില്ല. കൂൾ അവന്റെ പേര് ഫോർമാൻ എന്നതിൽ നിന്ന് ഊർമാൻ എന്നാക്കി മാറ്റണം. അവർ കൂടുതൽ ഉച്ചത്തിൽ ചിരിച്ചു. അത് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ പോരാട്ടം എനിക്കെല്ലാം നഷ്ടപ്പെടുത്തി. എന്നെ പുറത്താക്കി. ഒരു കുഴപ്പക്കാരനെന്ന മുദ്രകുത്തി. ഞാൻ തെരുവുകളിലേക്ക് വഴുതി വീണു. ആളുകൾ ഭയപ്പെടുന്നവനും വെറുക്കപ്പെടുന്നവനുമായ ഒരാളായി. പിന്നെ ഒരു ദിവസം ഒരു ലളിതമായ ടിവി പരസ്യം എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഒരു തൊഴിൽ പരിശീലന സ്കൂൾ. ആദ്യമായി ഞാൻ ഒരു വഴി കണ്ടു. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. അവൾ എന്റെ മുഖം പിടിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞു. ഇനി വഴക്കിടരുത്. എന്റെ ആദ്യ ദിവസം കുഴപ്പം വീണ്ടും എന്നെ കണ്ടെത്തി ഒരു ബാഗിന് മുകളിൽ. എന്റെ കോപം ഉയർന്നു. പക്ഷേ ഞാൻ നിർത്തി. ഞാൻ എന്റെ സ്യൂട്ട്കേസ് തുറന്നു. അകത്ത് എന്റെ അമ്മയുടെ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നു. ഒരു ജോഡി പുതിയ ഷൂസും. അവൾ എന്നെ മുന്നോട്ട് നടക്കാൻ ആഗ്രഹിച്ചു, പിന്നോട്ട് പോകാനല്ല. ഞാൻ പിന്തുടർന്നു. അവൻ ഒരു മുറിയിൽ ഒളിച്ചു. ഞാൻ വാതിൽ ചവിട്ടി തുറന്ന് ജനാലയിൽ നിർത്തി എന്റേത് തിരികെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ സൂപ്പർവൈസർ പൊട്ടിത്തെറിച്ചു. ഞാൻ ആൺകുട്ടിയെ വിട്ടയച്ചു. പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ എല്ലാം തെറ്റിദ്ധരിച്ചു. അവൻ എന്നെ ജയിലിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചു. ആ കുട്ടി എന്റെ ഷൂസ് മോഷ്ടിച്ചു. ഞാൻ അലറി. എന്റെ അമ്മ എനിക്ക് അവ വാങ്ങാൻ കഠിനമായി പരിശ്രമിച്ചു. എന്തായാലും അവൻ എന്നെ ഒരു കാറിലേക്ക് തള്ളി. ഞാൻ യാചിച്ചു. അവൻ എനിക്കൊരു അവസാന അവസരം തന്നു. അവൻ എന്നെ ഒരു ബോക്സിംഗ് ജിമ്മിലേക്ക് കൊണ്ടുപോയി. പക്ഷേ റിങ്ങിനുള്ളിൽ ഞാൻ ഉപയോഗശൂന്യനായിരുന്നു. എനിക്ക് എല്ലാ പഞ്ചും നഷ്ടമായി. ഞാൻ വീണ്ടും വീണ്ടും വീണു. ആളുകൾ ചിരിച്ചു. എന്റെ കുട്ടിക്കാലത്തെ അതേ ചിരി. എന്തോ ഒന്ന് പൊട്ടി. ഞാൻ എഴുന്നേറ്റു. പിന്നെ പഞ്ചിങ് ബാഗിൽ എന്റെ മുഷ്ടി ചുരുട്ടി. ജിം മുഴുവൻ നിശബ്ദമായി. ആ ഒരു പഞ്ച് എല്ലാവരെയും ഞെട്ടിച്ചു. കോച്ച് എന്നെ നോക്കി പറഞ്ഞു, നീ ബോക്സിംഗ് പഠിക്കണം. അങ്ങനെ ഞാൻ പഠിച്ചു. 2 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും റിങ്ങിലേക്ക് കാലെടുത്തു വച്ചു. ഇത്തവണ ഞാൻ ഇനി ദുർബലനായ ആൺകുട്ടിയല്ല. ഞാൻ വിജയിച്ചു. മത്സരം മാത്രമല്ല, എന്നെ തകർക്കാൻ ശ്രമിച്ച ജീവിതം. കഥയുടെ ഗുണപാഠം. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർവചിക്കുന്നില്ല. നിങ്ങൾ കോപത്തിന് പകരം ആത്മനിയന്ത്രണവും വേദനയ്ക്ക് പകരം സ്ഥിരോത്സാഹവും തിരഞ്ഞെടുക്കുമ്പോൾ ആഴത്തിലുള്ള അപമാനം പോലും നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയായി മാറും. കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.